നമ്മുടെ കൊച്ചി കോർപ്പറേഷനിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സ്വപ്ന എന്ന് പറഞ്ഞൊരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തത്. അത് കൊച്ചി കോർപ്പറേഷനിലെ ജോലിക്കാരിയാണ്. കൈക്കൂലി കേസിനാണ് അറസ്റ്റ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഈ കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ കിട്ടാത്തത്? അവർ 15 ദിവസമായതേ ഉള്ളൂ, അവർ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി അവർ സസ്പെൻഷൻ കൂടെ പിൻവലിച്ചു കഴിഞ്ഞാൽ ജോലിയിൽ സുഗമമായി പ്രവേശിക്കാൻ കഴിയുന്ന രീതിയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള അവസ്ഥ നടന്നു പോകുന്നത്? അല്ല, നിലവിലുള്ള നിയമവ്യവസ്ഥിതി പ്രകാരം അവർക്ക് ജാമ്യം കിട്ടാൻ ക്വാളിഫൈഡാണ് അവർ. കാരണം 15 ദിവസം റിമാൻഡ് ചെയ്തു. റിമാൻഡ് ചെയ്ത് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയില്ല, മുൻകൂർ ജാമ്യത്തിനുള്ള, അല്ലെങ്കിൽ ആദ്യം കോടതിയിൽ ഹാജരാക്കിയപ്പോഴും ജാമ്യം കിട്ടിയില്ല. ജാമ്യം നിഷേധിച്ചു. സ്വാഭാവികമായും റിമാൻഡ് ചെയ്യപ്പെട്ടു. റിമാൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർ വീണ്ടും ജാമ്യത്തിന് ശ്രമിച്ചപ്പോൾ ജാമ്യം കിട്ടി. അത് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കകത്ത് അതിനകത്ത് അത്ഭുതങ്ങളൊന്നുമില്ല. അത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം നമ്മുടെ സർവീസ് റൂൾസ് ഭേദഗതി ചെയ്യണം കാലാനുസൃതമായിട്ട്. കാരണം പണ്ട് ഇത്ര വലിയ അഴിമതിയോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നിരന്തരമായി അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പല രീതിയിലുള്ള അഴിമതി, അധികാര ദുർവിനിയോഗം, അതേപോലെ തന്നെ സ്വജനപക്ഷപാതം തുടങ്ങിയിട്ടുള്ള എല്ലാ കുഴപ്പങ്ങളും രാഷ്ട്രീയത്തിൽ എന്നതുപോലെ തന്നെ ബ്യൂറോക്രാറ്റ്സിൻ്റെ ഇടയിലും വന്നിരിക്കുക. പോലീസിൽ പോലും പച്ച വെളിച്ചം എന്ന് പറഞ്ഞ തീവ്രവാദ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പോലീസിൻ്റെ ഔദ്യോഗികമായ ഡാറ്റാ ബേസിൽ നിന്ന് SDP പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് വിവരങ്ങൾ ചോർത്തി കൊടുത്തു എന്ന ആക്ഷേപം ഉയർന്നു വന്നാൽ പോലീസുകാരെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. ഇവരെ പോലെയുള്ളവരെയും ടെർമിനേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അല്ല, സാധാരണപ്പെട്ട ആളുകൾക്കാണ് ഇതിനകത്ത് വിഷമം വരുന്നത്. ഇവർ അഴിമതി നടത്തുന്നു, കോടാനുകോടി രൂപയുടെ അഴിമതി നടത്തുന്നു. എന്നിട്ടും ഇവർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും സുഗമമായിട്ട് അതേ ജോലിക്ക് കയറിയിട്ട് വീണ്ടും ഇത് തന്നെ തുടർന്നു പോകുന്നതാണ് സാധാരണപ്പെട്ട ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം. ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള ബഷീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വാഹനം ഇടിച്ചു കൊന്ന കേസിലെ പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടുന്ന ശ്രീറാം വെങ്കിട്ടരാമൻ വീണ്ടും സർവീസിൽ വന്നു കീപ്പ് പോസ്റ്റിൽ കൊണ്ടുവന്നിട്ടു. ആലപ്പുഴയും കണ്ട് ഏതോ ജില്ലയിലാണ് ജില്ലാ കളക്ടർ സ്ഥാനത്ത് ഇട്ടപ്പോൾ പിന്നെ ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായി. മുസ്ലിം സംഘടനകൾ പ്രതിഷേധിച്ചു, AP സുന്നി വിഭാഗമൊക്കെ. അങ്ങനെ പിന്നെ അതിൽ നിന്ന് മാറ്റി. പക്ഷേ അതിനേക്കാളും വലിയ തസ്തികകളിലാണ് ഇരിക്കുന്നത്. ആൾക്കാർക്ക് വിചാരം ജില്ലാ കളക്ടറായാൽ മാത്രമാണെന്നുള്ളത്. അങ്ങനൊന്നുമല്ല. അതിനേക്കാളും വലിയ മറ്റുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പത്താണ് പിന്നീട് ഇരിക്കുന്നത്. അതിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന അവരാണ്. അങ്ങനെ വരുന്ന സ്ഥാനത്തേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞ ഇത്തരം കേസുകൾക്കകത്ത് ഒരു RBക്കാരനെതിരെ ഗുരുതരമായ ഒരു ആരോപണം, ഒരു കേസോ വന്നു കഴിഞ്ഞാൽ എടുത്ത് പുറത്ത് കളയും അവർ. അതേ ആർമിക്കകത്ത് നിന്നുകൊണ്ട് എന്തെങ്കിലും തോന്നിയ അവിടെ നിന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ കോർട്ട് മാർഷലാണ്. അത് ഇത്തരം നമ്മുടെ പൊതു നീതിന്യായ വ്യവസ്ഥയ്ക്ക് പോലും വിട്ടുകൊടുക്കില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ആർമിക്കകത്ത് കോർട്ട് മാർഷൽ സംവിധാനം ഉള്ളതുപോലെ തന്നെ ഗവൺമെൻറ് സർവീസിലുള്ള ആളുകൾക്ക് പുതിയ ഒരു പെരുമാറ്റച്ചട്ടവും പുതിയ ഒരു നിയമ ഭേദഗതിയിലൂടെ അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ, അത് മാറി മാറി വരുന്ന സർക്കാരുകളുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ സർവീസ് സംഘടനകൾ അല്ലെ അവർക്ക് എതിരായിട്ടുള്ള സർവീസ് സംഘടനകളിൽപ്പെട്ടവരെ ടാർഗറ്റ് ചെയ്യാൻ ദുരുപയോഗപ്പെടുത്താതിരിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം അവർ ചെയ്യണം. എന്നാൽ അങ്ങനെ ദുരുപയോഗപ്പെടുത്താത്ത രീതിയിൽ, അതായത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ദുരുപയോഗപ്പെടുത്തരുത്. എന്നാൽ ഇത്തരം കുറ്റങ്ങളിൽ പെടുന്ന ആളുകൾ, ഇങ്ങനത്തെ കുറ്റവാളികളെ രക്ഷപ്പെടാനൊരു പഴുതുമില്ലാത്ത രീതിയിൽ ലോക്ക് ചെയ്യണം. അവരെ ടെർമിനേറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അത്രയും കാലം സർവീസിൽ നിന്ന് പുറത്ത് നിർത്താനുള്ള. കാരണം ഇവർ കേസിൽ നാളെ എങ്ങനെങ്കിലും നല്ല വക്കീലിനെയും വെച്ച് കേസ് ജയിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെയും അപ്പോൾ വേണമെങ്കിൽ തടഞ്ഞു വെച്ച ശമ്പളം വരെ കൊടുക്കേണ്ടി വരും. സസ്പെൻഷൻ കാലയളവിൽ ശമ്പളവും കൊടുക്കാൻ വിധി വരും. അതാണ് പ്രശ്നം. ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ തന്നെ സ്വപ്ന 15,000 രൂപ കൈക്കൂലി വാങ്ങിച്ചതാണ് പിടിച്ചത്. സ്വപ്ന പറയുന്നത് ഏകദേശം 3 ലക്ഷം രൂപയാണ് അവരുടെ ഒരു മാസം അവർ കൈക്കൂലി വാങ്ങിക്കുന്നത്. അവരാണ് ഏറ്റവും കുറച്ച് കൈക്കൂലി വാങ്ങിക്കുന്ന വ്യക്തി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിലും വലിയ കൈക്കൂലി വാങ്ങിക്കുന്ന ആളുകളാണ് ഈ കൊച്ചി കോർപ്പറേഷനിലും. അതുകൊണ്ട് നമ്മുടെ എല്ലാ സ്ഥലത്തും ഈ കൈക്കൂലിക്കാരുണ്ട്. ഇവരെ നിയന്ത്രിക്കാനുള്ള ചട്ടം സർക്കാർ തന്നെ കൊണ്ടുവരേണ്ടതല്ലേ? അത് ഇപ്പോൾ ഈ ബിൽഡിംഗ് പെർമിറ്റൊക്കെ കൊടുക്കുന്നിടത്താണ് ഏറ്റവും കൂടുതൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഈ ബിൽഡേഴ്സിൻ്റെ ഭാഗത്തൊരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ തോന്നുന്ന പോലെ ഉണ്ടാക്കും, പിന്നീട് അത് ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപേക്ഷ കൊടുക്കും. അവിടെയാണ് കുഴപ്പമുള്ളത്. ആദ്യം തന്നെ പ്രോപ്പറായിട്ട് ഇതിൻ്റെ പെർമിറ്റ് എടുത്ത് അതിനനുസരിച്ചിട്ടുള്ള നിർമ്മാണങ്ങൾ മാത്രമേ അനുവദിക്കാവൂ. പക്ഷേ ഇതിനെ ഓരോന്ന് പറഞ്ഞ് ഒട്ടൊടുക്കുന്ന ന്യായങ്ങൾ പറഞ്ഞ് ഉദ്യോഗസ്ഥർക്ക് തടസ്സപ്പെടുത്താൻ പറ്റും. ഇത് കൃത്യമായി ചെയ്യുന്നതിനാണെങ്കിലും ഏതെങ്കിലും സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇങ്ങനെ വലിച്ചു കിട്ടി. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നടക്കേണ്ടത് നാളെ നടന്നാൽ തന്നെ അവന് ഒരു ദിവസം പോയാൽ തന്നെ നഷ്ടങ്ങൾ കോടികളാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവർ പറയുന്നതിന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും. പ്രത്യേകിച്ചും കൊച്ചി പോലെയുള്ള ഒരു മെട്രോ സിറ്റിക്കകത്ത് അറിയാമല്ലോ, ദിവസവും എത്രയോ പുതിയ പുതിയ പ്രൊജക്റ്റുകളാണ് അനൗൺസ് ചെയ്യപ്പെടുന്നത്. ഫ്ലാറ്റ് സമുച്ചയങ്ങൾ, ബാക്കിയുള്ളത് വില്ലാസം, കോംപ്ലക്സുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പം, ഈ പ്രൊജക്റ്റുകളൊക്കെ വരുമ്പം അവർ മില്യൺ കണക്കിന് രൂപയുടെ പരിപാടിയാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുന്നിടത്ത് ഇവർ 5 ലക്ഷം 10 ലക്ഷം ചോദിച്ചാൽ കൊടുക്കുകയാണ്. കാരണം 10 ലക്ഷത്തിന് വേണ്ടിയിട്ട്
ഒന്ന് കടുംപിടുത്തം പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാർഗൈൻ ചെയ്ത് 5 ലക്ഷം ആക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് ഇവർക്ക് വേണമെങ്കിൽ 50 ലക്ഷത്തിന് നഷ്ടം ഉണ്ടാക്കാൻ മറ്റവരെ കൊണ്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം മേഖലകളിലുള്ള ഉദ്യോഗസ്ഥർ, നമുക്കറിയാം മുമ്പ് ഒരു സ്ത്രീ ഒരു പിന്നെ കുടിൽ വ്യവസായം പോലെ നേഴ്സ് കൊച്ചിയിൽ അവർ പ്രായമായ അപ്പനെയും അമ്മയെ നോക്കണമെന്ന് എഴുതിയിട്ട് ഗൾഫിലെ ജോലി രാജിവെച്ച് നാട്ടിൽ മില്ല് പോലെയുള്ള സംവിധാനം തുടങ്ങാൻ നിന്നപ്പം ഉള്ള ഗവൺമെൻറ്റിൻ്റെ വിവിധ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരെ ലോക്ക് ചെയ്യാൻ നോക്കി. അത് പിന്നെ മന്ത്രി രാജീവ് ഒക്കെ ഇടപെട്ട് ഒരു വലിയ വിവാദമായി കഴിഞ്ഞപ്പം ഇത് 1000 സംഭവം ഉണ്ടാകുമ്പോൾ ഒരെണ്ണേ പുറത്തു വരുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഈ 999 പേരും ഇത് കൊടുത്ത് എങ്ങനെങ്കിലും കാര്യം നടക്കട്ടെ എന്ന് കരുതി ജീവിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ഇതിൻ്റെ നിയമ പ്രശ്നം പിന്നെ വ്യവഹാരങ്ങളിലേക്ക് പോകാൻ താല്പര്യമില്ലാതെ അങ്ങ് സറണ്ടർ ചെയ്യുകയാണ്. ഇവരൊക്കെ നാടകീയമായിട്ടാണ് ഈ എൻഫോഴ്സ്മെൻ്റ് ഒക്കെ പിടിക്കുന്നത്. അതെ അതെ. ഇതേപോലത്തെ ആളുകളെ ഇവർ വലവരിച്ചിരുന്നാലും ഇവരെയൊക്കെ പിടിക്കാൻ ഭയങ്കര പാടാണ്. കാരണം പണ്ടത്തെ കൂടല്ല, അഴിമതികളുടെയൊക്കെ ലെവല് മാറിയിരിക്കുകയാണ്. ഇവരെങ്ങനെയാണ് അഴിമതി നടത്തുന്നതെന്ന് കണ്ടെത്താൻ സർക്കാർ സംവിധാനങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ കഴിയാത്ത രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. ഇവരെന്താണ് ചെയ്യുന്നത്? വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ, അങ്ങനെയൊക്കെ രീതിയിലാണ് ഇപ്പോൾ പുതിയ രീതിയിലുള്ള അഴിമതികൾ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ അഴിമതികൾക്കൊക്കെ ഒരു മാറ്റം എന്ന് നമ്മുടെ നാട്ടിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലേ, അഴിമതി എന്ന് പറയുന്നത് പിന്നെ ഒരു കാലത്തും മാറില്ല. അഴിമതി ഇല്ലാതാക്കാനൊന്നും കഴിയുമെന്നുള്ളൊരു വിശ്വാസമൊന്നും എനിക്കില്ല. കാരണം ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു സാഹചര്യത്തിനകത്ത് അത് ഇന്ത്യയിലും കേരളത്തിലും നല്ല 3-4 ലോക രാജ്യങ്ങളിൽ എവിടെയും അഴിമതി ഇല്ലാതാക്കാൻ കഴിയുമൊന്നുമില്ല. കാരണം അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ നിൽക്കുന്നത്, കൾച്ചർ നിൽക്കുന്നത്. അതവിടെ ഉണ്ടാവും. പക്ഷേ അതിനകത്തുള്ള ആളുകൾ, ബ്യൂറോക്രാറ്റുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ, പോലീസുകാർക്ക് അതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ അവരെ അതുകൊണ്ടാണ് പറഞ്ഞത് സർവീസ് റൂൾസ് ഭേദഗതി ചെയ്യണം. KSRനകത്ത് ആവശ്യമായിട്ടുള്ള ഭേദഗതി നടത്തണം. കേരളത്തിലെങ്കിലും ഇത് ഇവിടെ മാത്രമല്ല, ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മുടെ കരിപ്പൂർ എയർപോർട്ട് വഴി മയക്കുമരുന്നും സ്വർണവും ഇത്രയും കടത്തും. ഇതെന്തോ ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയത്തില്ലേ? ഇവർക്ക് ഈ വിവരങ്ങൾ അറിയത്തില്ലേ? കൃത്യമായിട്ട് അറിയാം. കാരണം ഇവർക്ക് എല്ലാ ഇൻഫർമേഷനും കിട്ടുന്നുണ്ട്. ഇവരെ അറിവോട് കൂടിയിട്ടല്ലാതെ ഇത്രയും വരില്ല. അതിനകത്ത് കേന്ദ്ര ഏജൻസികൾക്ക് പങ്കുണ്ട്, സംസ്ഥാന ഏജൻസികൾക്ക് പങ്കുണ്ട്. ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് മൗനാനുവാദത്തോട് കൂടിയിട്ട് ഇതിൻ്റെ മാസപ്പടി കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ബാറുകളിൽ സെക്കൻഡ്സ് മദ്യം വിൽക്കുന്നില്ലേ? 1-ാം തീയതി ഡ്രൈ ഡേയാണ്. അന്ന് ബാറുകളിൽ സാധനം കൊടുക്കുന്ന എത്രയോ ബാറുകളുണ്ട്. ഞാൻ മേടിച്ചു തരാം. ഇതെല്ലാം എന്തോ എക്സൈസ് വകുപ്പിന് അറിയത്തില്ലേ? അത് മാത്രമോ, കൊച്ചിയിൽ രാത്രികാലങ്ങളിൽ വലിയ രീതിയിലുള്ള പാർട്ടികൾ നടക്കുന്നുണ്ട്, വലിയ രാസലഹരി പാർട്ടികൾ നടക്കുന്നത്. എന്തുകൊണ്ട് പോലീസിന് അവിടെ ഒന്ന് തൊടാൻ കഴിയും? കിട്ടുന്നുണ്ടെന്നേ. അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ഇതെല്ലാം ഇപ്പം തൃക്കാക്കര നമ്മുടെ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ്റെ അവിടെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫീസ് കൂടിയുണ്ട്, കാര്യാലയം കൂടിയുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് അവിടെ ഒരു പിന്നെ തൃക്കാക്കര ഗ്രൗണ്ടിൻ്റെ മുനിസിപ്പൽ ഗ്രൗണ്ടിനടുത്ത് അവിടെ ഒരു ബാറുണ്ട്. ആ ബാറിൽ 1-ാം തീയതി സാധനം കിട്ടും. ഞാൻ മദ്യപിക്കുന്ന ആളാണെന്ന് നമുക്കറിയാമല്ലോ. ഞാൻ അവിടെ പോയിട്ട് മേടിച്ചിട്ടുണ്ട്, 1-ാം തീയതി പോയി മേടിച്ചിട്ടുണ്ട്. അവിടെ ഒരു സാധനം കിട്ടും, ഇഷ്ടം പോലെ കിട്ടും. കേരളത്തിലെ മിക്ക ബാറുകളും കിട്ടും. ഇതുവരെ അറിയാണ്ടൊന്നുമല്ല. ഇവർക്ക് കിട്ടേണ്ടത് കിട്ടുന്നുണ്ട്. സെക്കൻഡ്സ് മദ്യം ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു 2 പെഗ്ഗിന് ആദ്യത്തെ 2, 3, 4 പെഗ്ഗ് കൂടുതൽ കഴിക്കുന്നവനാണെങ്കിൽ ആദ്യത്തെ 4 പെഗ്ഗ് മര്യാദയ്ക്ക് കൊടുക്കും. 5-ാമത്തെ പെഗ്ഗ് കൂട്ടുമ്പോൾ സെക്കൻഡ്സ് കൊടുക്കും. മറ്റൊരു പിന്നെ ഏത് കുടിച്ചാലും ബക്കാടി അടിച്ചിരിക്കുകയാണെങ്കിലും അതിന് പുറമെ പിന്നെ വെറും കൂതറ ഏതെങ്കിലും സാധനം കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാലും അതും ബക്കാടിയാന്ന് കണ്ട് കഴിച്ചു പോകും. കാരണം എന്ന് വെച്ചാൽ 4-5 പെഗ്ഗ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കണക്കാണ്, പിന്നെ വരുന്നതെല്ലാം. അപ്പോൾ ഇതൊന്നും നോക്കത്തില്ല, ടേസ്റ്റും ഡിഫറൻസ് അറിയത്തില്ല. അപ്പോൾ ആ രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം കേരളത്തിൽ വ്യാപകമായിട്ട് നടക്കുമ്പം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതറിയാതിരിക്കുന്നില്ല. വേണ്ട, വാളയാർ ചെക്ക് പോസ്റ്റിൽ പോസ്റ്റിംഗ് കിട്ടാൻ, പിന്നെ സെയിൽ ടാക്സിൻ്റെയും ഇതിൻ്റെയൊക്കെ അവിടെ പോസ്റ്റിംഗ് കിട്ടാൻ ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ അവിടുത്തെ പോസ്റ്റിംഗ് കിട്ടാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ അവിടോട്ട് ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊടുക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ. ആരോഗ്യ വകുപ്പിനകത്ത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അവിടെ പോസ്റ്റിംഗ് കിട്ടാൻ, അത് പണ്ട് ജില്ലാശുപത്രി ആകുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു പോസ്റ്റിംഗ് കിട്ടാൻ. കാരണം ഏറ്റവും കൂടുതൽ ഈ ആളുകൾ പൈസ കൊടുക്കും. അവിടെ ഒരു സർജറി ആണെങ്കിലും ഒക്കെ ആണെങ്കിലും വീട്ടിൽ പോയിട്ട് ഡോക്ടർക്ക് പൈസ കൊടുക്കും. കാരണം ഈ ഗൾഫ് പണത്തിൻ്റെ ഇപ്പം എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പം പിന്നെ പ്രൈവറ്റ് മേഖലയിൽ എല്ലാവരും പോകുന്നത്. അന്ന് സർക്കാർ ആശുപത്രിയിലാണ്. ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ സർജറി കേസ് ബാക്കിയുള്ളതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവർ ചോദിക്കാതെ കൊണ്ടേ കൊടുക്കുക. ഗൾഫിൽ നിന്ന് വരുന്ന പൈസയെല്ലാം കൊടുക്കുക. അപ്പോൾ അവിടെ പോസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെയായിരുന്നു. ആ ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും താല്പര്യമാണ്. കാരണം ശമ്പളത്തേക്കാൾ കൂടുതൽ പൈസ കിട്ടുക. ഇപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വാളയാർ ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു കൊയ്ത്തുത്സവമാണ് അവിടെ നടക്കുന്നത്. ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ് നടക്കുന്നത് അക്ഷരാർത്ഥത്തിൽ. ഏത് വണ്ടി പോയാലും ഇവർക്ക് പൈസയാണ്.
ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട നികുതിക്ക് പകരം ഇവർക്ക് പൈസ കൊടുക്കുക. ഇതാണ് പരിപാടി നടക്കുന്നത്. ഇപ്പോഴാണ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്കൊക്കെ ഊർജിതം വന്നത്. ഇത്രയും നാൾ എന്തുകൊണ്ടാണ് ഇവരെന്താ ഈ ലഹരി കേസുകൾ പിടിക്കാത്തതെന്ന് വലിയൊരു ചോദ്യമാണ്. അവസാനം ഈ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തല്ലിക്കൊല്ലാൻ തുടങ്ങുന്ന സമയത്താണ് എക്സൈസിനും പോലീസുകാർക്കും ബോധോദയം ഉണ്ടാകുന്നത് ഇത് വലിയ വിപത്തായി മാറുന്നുണ്ട് എന്നത്. അതുകൊണ്ടല്ലേ ഇപ്പം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അവിടെ ഞാൻ പറയുന്നത് ഇപ്പോൾ പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കകത്തും സർവത്ര അഴിമതി നടക്കുമ്പം, സർവത്ര ഈ പിന്നെ അധികാര ദുർവിനിയോഗം നടക്കുമ്പം, ചൂഷണങ്ങൾ നടക്കുമ്പം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സർവീസ് ചട്ടങ്ങൾ ഭേദഗതി നടത്തണം. KSR പരിഷ്കരിക്കണം. അതിൻ്റെ മാനുവൽ പരിഷ്കരിച്ച് അതിനകത്ത് ഇവർക്കെതിരെ അതാത് സമയത്ത് നടപടികൾ എടുക്കാനുള്ള ആഭ്യന്തര അന്വേഷണം നടത്തിയാൽ മതി. പൊതു നിയമം വേറെ വഴിക്ക് പോട്ടെ, കൈക്കൂലി പഠിച്ചതിനൊക്കെ ഉള്ളത്. സർവീസിനകത്ത് പിന്നെ ആരെ നിർത്തരുത്. സർവീസിനകത്ത് ബോധ്യപ്പെടുന്ന ഒരു കേസ്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ പിടിച്ചതാണ് ഈ പെണ്ണുപിള്ളയെ. അവരെയൊക്കെ പിടിച്ചിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ മുമ്പിൽ നിന്നാണ് പിടിക്കേണ്ടി വന്നത്. അവൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമായിരുന്നു, ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുക, തൃശ്ശൂരോട്ടം കണ്ട് പോകുമായിരുന്നു. ആ സമയത്താണ് പിടിക്കുന്നത്. വിസിബിളായിട്ടുള്ള അഴിമതി, ദുരൂഹമായിട്ടുള്ള ചിലപ്പോൾ ചിലരെ അഴിമതി കേസിൽ പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളതൊക്കെ സംശയാസ്പദമായ കാര്യങ്ങളാണെങ്കിൽ അതിനെ ബാക്കിയുള്ള നിയമ പിന്നെ വഴിയിലേക്ക് പോട്ടെ. മറ്റേത് വളരെ വിസിബിളായിട്ടുള്ള നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻറ്റേർണൽ ബോഡി വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ സ്ഥാപനങ്ങളിലും അതേപോലെ തന്നെ ചലച്ചിത്ര പിന്നെ ഷൂട്ടിംഗ് നടക്കുന്നിടത്തും ഒക്കെ മറ്റേ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവർക്ക് പരാതികളുണ്ടെങ്കിൽ ലൈംഗികാതിക്രമം, അങ്ങനെയുള്ള അശ്ലീല ശോഭയോടെ സംസാരിക്കുക, അങ്ങനെയുള്ള അതിക്രമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പിന്നെ ഇൻറ്റേർണലായിട്ട് അതിന് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സമിതിയുണ്ട്. അതുപോലെ തന്നെ സർവീസിനകത്ത് അത്തരം സംവിധാനങ്ങൾ ഉണ്ടാവുകയും അച്ചടക്കം ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്, ഇത്തരം വൃത്തികേടുകൾ നടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ആ സമിതിയുടെ ശുപാർശയ്ക്കനുസരിച്ച് അവരെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവണം. അതിന് വേണ്ട ഭരണപരിഷ്കാരം പിന്നെ ഭേദഗതികൾ നടത്തിയാൽ മാത്രമേ ഇതിന് എന്നേക്കുമായിട്ട് പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.